ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് വിവാഹിതരായ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ കട കാണിക്കാം. അപ്പോൾ അവിടെ ഭൂമി ഒരു പെണ്ണിനെ നിർത്തിയിട്ടുണ്ടല്ലോ ജോലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കുറേ പേര് ചായ ഒന്ന് കുടിച്ചിട്ട് അതെ ഭൂമി എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്കും ഭൂമി വീട്ടിലേക്ക് പോയിരിക്കുകയാണല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഈ ചായയുടെ കൂട്ടുകൾ ശരിയല്ലല്ലോ. ആണോ? എങ്കിൽ പിന്നെ ഞാൻ വേറെ ചായ ഇട്ട് തരാം. അയ്യോ വേണ്ടത് തന്നെ ആയിക്കോട്ടെ, അതൊന്നും സാരമില്ല മേനനങ്ങളെ, ഞാൻ ഇട്ട് തരാം ചായ എന്നും പറഞ്ഞുകൊണ്ട് വേറെ ചായ ഇടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് അതേ ഭൂമി വരുന്നത്. അപ്പോൾ ഭൂമി നേരെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മോളെ ഭൂമി നീ എവിടെയായിരുന്നു? ഞാൻ വീട് വരെ ഒന്ന് പോയതാണങ്ങളെ എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടെ നിന്ന് വെച്ചാൽ ജോലിക്കാരാണെങ്കിൽ അതേ ഭൂമി അതെ ഞാനിട്ട ചായ ആ അങ്കിൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സങ്കടം, ഭൂമി തന്നെ ചായ ഇട്ട് കൊടുക്ക്. അതിനെന്താ, ഞാൻ ചായ ഇട്ട് കൊടുക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചായ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഭൂമി നല്ലൊരു ചായ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചായ ഇട്ട് കൊടുത്ത് അവർ കുടിച്ച് സന്തോഷത്തോടെ പോവുകയും ചെയ്യണം. അപ്പോഴേക്കും ഈ ചേച്ചിയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ചേച്ചിയെ കഴിഞ്ഞപ്പോഴേക്കും എന്താ പറ്റിയ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും ഭൂമി ചെയ്യുന്നത് പോലെയൊന്നും ചെയ്യാനായിട്ട് എനിക്കറിയില്ല, ഭൂമിയുടെ അത്രയും കൈപ്പുണ്യൊന്നും എനിക്കില്ല എന്ന് പറയണതൊക്കെ ചേച്ചിയുടെ വെറും തോന്നലാണ്. ചേച്ചി എൻ്റെ കൂടെ കൂടിയിട്ട് എത്ര നാളായി ചേച്ചി? ചേച്ചിയൊക്കെ ഒരു വിചാരമുണ്ട്, ഭൂമിയുണ്ടല്ലോ ഭൂമിയെല്ലാം ചെയ്തു കൊടുത്തോളൂല്ലോ എന്നുള്ളൊരു വിചാരമുണ്ട്. അതുകൊണ്ടാണ് ചേച്ചി ചെയ്യുമ്പോൾ ഒന്നും ശരിയാവാത്തത്. പക്ഷേ ചേച്ചി എല്ലാം മറന്ന് മനസ്സ് തുറന്നൊന്ന് ചെയ്തു നോക്ക്, അപ്പോഴേക്കും ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാവുമെന്നേ, അല്ലാതെ അതിൽ ചുമ്മാ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ചേച്ചി എന്ന് പറയാം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ കണ്ണുകളൊക്കെ നിറയാണ്. ചേച്ചി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടേ. അങ്ങനെ ഭൂമി ആ ചേച്ചിയും കൂടി കെട്ടിപ്പിടിച്ച് ആ ഒരു കാര്യം സോൾവ് ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്യുതനെയും അതേപോലെ തന്നെ അംബികയാണ്. അപ്പോൾ അംബിക ഇരുന്നാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. എന്തിനാ അംബിക, നീ ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്ന് ചോദിക്കണം അച്ചുവേട്ടാ. പിന്നെ എനിക്കിതെല്ലാം സഹിക്കാനായിട്ട് പറ്റും അച്ചുവേട്ടാ, നാളത്തെ ദിവസം നമ്മുടെ മോള് നമ്മളെ വിട്ട് പോകില്ലേ, അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെയേറെ സങ്കടം തോന്നുന്നതേ. മകള് പോകുന്നതേ സ്വന്തം അച്ഛൻ്റെ കൂടെയല്ലേ, അപ്പം അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. നമ്മൾ എന്തിനാ അവളെ ഇട്ട് ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അംബികയെ? അതൊന്നും ശരിയായ കാര്യമല്ല. നാളത്തെ കാര്യം മാത്രം ഇനി ചിന്തിച്ചാൽ മതി. നാളെ നമുക്കേ ഒരു നാടകം അറേഞ്ച് ചെയ്യണം. നാടകമോ? എന്നെ നാടകം? ദേ അംബിക എന്നെ വീഴ്ത്തിയ ആ നാടകമില്ലേ, ആ നാടകം തന്നെ കളിക്കണം. അതൊന്നും വേണ്ട ഗോവിന്ദേട്ടാ, അതൊന്നും ശരിയാവാത്തൊരു കാര്യമാണ്, അതൊക്കെ വേണം എന്നിങ്ങനെ സംസാരിക്കുക. വേണോ അംബികെ? ആ ഒരു നാടകം നമുക്ക് അരങ്ങേറിയേ മതിയാവുള്ളൂ. അല്ല ഇതിലിപ്പോൾ അഭിനയിക്കുന്നത് ആരാണ് എന്ന് വെച്ചാൽ ഞാൻ തന്നെ അഭിനയിക്കും, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞാൻ അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി അച്ചുവേട്ടാ, പിന്നെ എങ്ങനെയാന്നേ? അതൊക്കെ ഒന്ന് ഓർത്തെടുക്ക്, നീ ആ കഥയൊന്ന് എഴുത്, അതിന് ശേഷം എന്നെ ഒന്ന് പഠിപ്പിച്ചു തന്നാൽ മതി, ഞാൻ നീ പറയുന്നത് പോലെ തന്നെ അഭിനയിച്ചോളാന്നേ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എന്നൊക്കെ പറയണം. ശരി, സന്തോഷം, എനിക്ക് സന്തോഷം. അങ്ങനെ പിന്നീട് നമ്മുടെ ഭൂമി നേരെ ചായയായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവർക്കും ചായയും കൊടുക്കണം. അതിന് ശേഷം നാളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, ഫാദേഴ്സ് ഡേ ആണ്, ആ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് എന്നൊക്കെ പറയുക. അതിനുശേഷം നമ്മുടെ എസ്ഐയുടെ റൂമിലേക്ക് കയറി ചെല്ലുക. കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഭൂമി, നാളെ വീട്ടിൽ പ്രോഗ്രാം ആണല്ലേ? ശരി, അപ്പം സാറെല്ലാം കേട്ടായിരുന്നു. അപ്പോൾ സാറ് നാളെ വീട്ടിലേക്ക് വരില്ലേ? എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാനേ ഭയങ്കര തിരക്കില്ല. ഒയ്യോടാ, സാറിന് വരാൻ പറ്റൂലേ? പക്ഷേ നല്ല കിളി പോലത്തെ പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ട് സാറേ, സാറത് മിസ്സാവൂട്ടോ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കൈ നോക്കാം. അയ്യടാ, നല്ല പൂതിയായി പോയല്ലോ സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി നേരെ സിയയുടെ റൂമിലേക്കും കയറി ചെല്ലുകയാണ്. സാറേ ചായ എന്നും പറഞ്ഞുകൊണ്ട് ചായയും കൊടുക്കുകയാണ്. പിന്നെ സാറേ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് സാറേ. എന്ത് പ്രത്യേക കാര്യം പറയാനായിട്ട്? അല്ല, സാറിനിപ്പോൾ വല്ലാത്തൊരു ദുഃഖമായി കാണും, കാരണം സന്തോഷമൊക്കെ കെടുത്തിക്കൊണ്ട് ഞാനും വീണ്ടും തിരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. നാട്ടിലേക്ക് പോകണ്ടെന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തു. സാറിനത് വല്ലാത്ത ദുഃഖമായല്ലേ? കുറേ ടെൻഷനിൽ നിൽക്കുകയല്ലേ, അപ്പം ചെറിയൊരു ദുഃഖവും കൂടി ആവാം അല്ലേ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്താ ഭൂമിക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വേറെ ഒന്നുമില്ല സാറേ, വീട്ടിൽ നാളൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഫംഗ്ഷനോ? എന്ത് ഫംഗ്ഷൻ? അത് ഫാദേഴ്സ് ഡേ. ഫാദേഴ്സ് ഡേയോ? അതിൻ്റെ ഡേറ്റ് ഇപ്പോഴല്ലല്ലോ, അത് പിന്നീടല്ലേ. അതൊക്കെ സായിപ്പുമാരുണ്ടാക്കി വെച്ചല്ലേ. ഈ സായിപ്പുമാർ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഭൂമിയുടെ നിഗമനമൊക്കെ വേറെയാണ്. ഈ ഭൂമിയുടെ അച്ചുതണ്ടി തന്നെയാണ് കറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും എപ്പോൾ ഫാദേഴ്സ് ഡേ വെക്കണം, എപ്പോൾ മദേഴ്സ് ഡേ വെക്കണം എന്നൊക്കെ. അതൊക്കെ ഞാൻ തീരുമാനിക്കും സാറേ. സാറപ്പം നാളെ ഉറപ്പായിട്ടും വരൂലേ? തീർച്ചയായിട്ടും നാളെ ഞാൻ വന്നേക്കാം. പിന്നെ സാറേ
ഞാൻ എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് പോകാതിരുന്നതെന്ന് സാറിന് വല്ലതും അറിയാവോ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാ? അത് വേറൊന്നും കൊണ്ടല്ല, സാറിൻ്റെ നിശ്ചയവും കല്യാണമൊക്കെ വരികയല്ലേ, അപ്പം അതെല്ലാം കൂടിയിട്ട് വേണ്ടേ പോകാനായിട്ട്. ഇത് കേട്ട അജയ്ക്ക് കല്ലി വരികയാണ്. അപ്പം അജയ് ഇങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ്, എന്തിനാണ് ഈ സന്തോഷത്തിൻ്റെ ഇടയിലേക്ക് പാൽപ്പായസത്തിൽ കാഞ്ഞിരക്കുരു ഇട്ട് കലക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ സാറേ, കാഞ്ഞിരക്കുരു അല്ല, നെല്ലിക്ക. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. എങ്കിൽ പിന്നെ സാറേ നാളെ എത്തിയേക്കണേ. തീർച്ചയായിട്ടും. അങ്ങനെ ഭൂമി അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ അജയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അംബികയും അതേപോലെ തന്നെ അച്യുതനെയാണ്. അപ്പോൾ അംബിക ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ആ ഒരു കഥ എഴുതുകയാണ്. കരഞ്ഞുകൊണ്ട് ആ കഥ എഴുതി കഴിഞ്ഞപ്പോഴേക്കും അംബികയെ എല്ലാം റെഡിയായോ അംബികയെ? റെഡിയായിക്കൊണ്ടിരിക്കുന്നു അച്ചുവേട്ടാ. എങ്കിൽ പിന്നെ ആ കഥയൊന്ന് വായിച്ചേ. അങ്ങനെ ആ കഥ അങ്ങോട്ട് വായിച്ചു കൊടുക്കുകയാണ്. പിന്നെ അച്ചുവേട്ടൻ വന്നിട്ട് മദ്യപിച്ച് വന്നം. ആ സമയത്ത് കഥ നോക്കുമ്പോൾ വീണ്ടും അവിടെ പ്രശ്നം ഉണ്ടാവുകയാണ്. അതെ, ഡയലോഗൊന്നും പറയാനായിട്ട് എനിക്ക് പറ്റില്ല. അത് പറഞ്ഞ് ഓരോ സമയത്തും പറഞ്ഞു തരണേ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഒന്നും മനസ്സിലാക്കാനായിട്ട് പോകുന്നില്ല അംബികയെ. ശരി, അപ്പം അച്ചുവേട്ടൻ കുടിച്ച് വന്നതുപോലെ ഒന്ന് അഭിനയിച്ചാൽ മതി. അങ്ങനെ അച്യുതൻ നേരെ പുറത്തേക്ക് ഇറങ്ങി കഥ കിടക്കുകയാണ്. അപ്പോൾ അതേ അയൽവാസികൾ വരിക. അയൽവാസികൾ വന്നു കഴിയുമ്പോഴേക്കും ഇതേ അവിടെ വഴക്കായെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊന്ന് വഴക്കായില്ലെന്നൊന്നും അറിയണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇവർ വരുമ്പോഴേക്കും അച്യുതൻ ഇങ്ങനെ കള്ളും കുടിച്ച് വീടിൻ്റെ വാതിക്കൽ വന്ന് ഇങ്ങനെ മുട്ടുന്ന ഒരു രംഗമാണ് ഇവർ കാണുന്നത്. എടി വാതിൽ തുറക്കാനാ പറഞ്ഞത്, എടി അംബികയെ വാതിൽ തുറക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്ന സീന്. അപ്പോഴേക്കും ദേ ഇയാൾ കള്ളു കുടിച്ചുകൊണ്ട് വരുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ അംബിക വന്ന് കഥ തുറക്കാണ്. നിങ്ങൾ ഇന്ന് കുടിച്ചോട്ട് വന്നല്ലേ, നിങ്ങൾ ആ പഴയ സ്വഭാവം തുടങ്ങിയല്ലേ നിങ്ങളുടെ. നിങ്ങളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എടി ഞാൻ കുടിച്ചോട്ട് വരും, കുടിക്കാതെ വരും, അതല്ല എൻ്റെ ഇഷ്ടം. അപ്പോൾ ഈ ഒരു തല്ലുപിടുത്തം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയൽവാസിക്കാർക്ക് ഭയങ്കര സന്തോഷം. അയ്യോ എനിക്ക് ഒരുപാട് സന്തോഷമായി, ഇയാളപ്പോൾ ഒരു കുടിയനായിരുന്നല്ലേ. ഇനിയൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മദ്യം മേടിച്ച് കൊടുത്താൽ മതി, അപ്പം നമുക്ക് ഇങ്ങനെ തല്ലുകൂടൽ കാണാമല്ലോ. അപ്പം ഇങ്ങനെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അകത്തേക്ക് കയറി അവിടെ ഇങ്ങനെ വഴക്ക് കൂടുന്നത് പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അച്യുതൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് 2 അയൽവാസികൾ നിൽക്കുകയാണ്. എന്താണ്, ആരാ നോക്കി നിൽക്കുന്നത്, കയറി പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്യുതൻ അങ്ങനെ പറയണം. അയ്യോ അയാൾ കണ്ടെന്നാണ് തോന്നുന്നത്, നമുക്ക് ഉടനെ തന്നെ ഓടിപ്പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് ഓടിപ്പോവാണ്. എന്താ അച്ചുവേട്ടൻ എന്താണ് ഇതിലില്ലാത്ത ഡയലോഗെല്ലാം പറയുന്നത്? അതേ അംബികയെ, നമ്മൾ രണ്ടുപേരും വഴക്ക് കൂടുക എന്ന് വിചാരിച്ചുകൊണ്ടേ ആ അയൽവാസികളില്ലേ അവർ വന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കൊള്ളാലോ ചേട്ടാ. അതിനിടയിൽ വേറൊരു ഡയലോഗും കൂടെ എടുത്തിട്ടു. ഏതായാലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നീട് നമ്മുടെ സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയെ കാണിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഓരോ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭവാനിയോട് ചോദിക്കുകയാണ് അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൻ്റെ കാര്യം എന്തായെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും 2-3 വർഷമായാലേ പൂട്ടിയിട്ടിട്ട് അതിൻ്റെ കുറച്ച് തകർച്ചകളൊക്കെ ഉണ്ടാകും, ഇനി വീണ്ടും ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കണം, എന്നാൽ മാത്രമേ നമുക്കതിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അതാണ് പിന്നെ ഭവാനി അത് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ആ മെഡിക്കൽ സ്റ്റോർ തുടർന്ന് പ്രവർത്തിക്കുക, അല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ. അപ്പോഴാണ് മാധവൻ അങ്ങോട്ട് വരുന്നത്. അപ്പം മാധവൻ പറയണം, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ എന്താ മാധവ, പറയാനുള്ളത് എന്താണ്? അതെ അമ്മേ, ഇപ്പോൾ നമ്മുടെ എസ്റ്റേറ്റൊക്കെ ഭയങ്കര മോശത്തിലല്ലേ, അപ്പോൾ ഇപ്പോൾ വില കൂടിയിരിക്കുന്ന സ്വർണത്തിനാണ്, നമുക്ക് ഈ എസ്റ്റേറ്റുകളെല്ലാം വിറ്റിട്ടേ എല്ലാ കാശിനും സ്വർണം മേടിച്ചാലോ? അത് ശരിയാ മാധവൻ പറഞ്ഞതെല്ലാം വളരെയേറെ ശരിയായ കാര്യമാണ്. അതെല്ലാം നമുക്ക് അങ്ങോട്ട് വിറ്റ് തുലയ്ക്കാം, എന്നിട്ട് എല്ലാത്തിനും സ്വർണം മേടിച്ചാലോ? അത് ശരിയാമ്മേ, നമുക്ക് എല്ലാത്തിനും സ്വർണം മേടിക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് നിനക്ക് കൈയും കെട്ടി ഈ വീടിൻ്റെ ഉള്ളിൽ ചുമ്മാ അനങ്ങാതിരിക്കണം. ആ എസ്റ്റേറ്റിൽ എന്തോരം തൊഴിലാളികളുണ്ടെന്ന് അറിയാമോ? അവരുടെ കുടുംബങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നത് ഈ എസ്റ്റേറ്റിലെ ജോലി കൊണ്ടും അവിടുത്തെ ശമ്പളം കൊണ്ടൊക്കെയാണ്. അതൊക്കെ ഒന്നും മനസ്സിലാക്കാതെ എന്തിനാണ് മാധവ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്നു നമ്മുടെ ഭൂമി. അപ്പോൾ എന്താ ഭൂമി അവിടെ നിൽക്കുന്നത്, ഭാഗത്തേക്ക് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയെ ക്ഷണിക്കുകയാണ്. നീ എന്തിനാ അവിടെ പേടിച്ച് നിൽക്കുന്നത്? ഇത് നിന്റെ വീടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചപ്പോൾ നല്ല വിശേഷം, കോഫി ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു മുത്തശ്ശി. അപ്പോഴേക്കും ഭവാനിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂമി വരുന്നതൊന്നും ഭവാനിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഭവാനിക്ക് ഭൂമിയെ മനസ്സിലായില്ലേ? മനസ്സിലായി അമ്മേ, എനിക്കറിയാം, പിന്നെ എന്തൊന്നും മിണ്ടാത്തത്? അത് പിന്നെ അമ്മേ, ഭൂമി സുഖമാണോ ഭൂമി? എനിക്ക് സുഖം തന്നെയാ. പിന്നെ മുത്തശ്ശി, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. എന്താ മോളെ? അതെ, വീട്ടിൽ നാളെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും വരണം. ഫംഗ്ഷനോ? എന്ത് ഫംഗ്ഷൻ? അതൊരു ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ ഫംഗ്ഷനാ. ഫാദേഴ്സ് ഡേയോ? അത് കൊള്ളാലോ. ഫാദേഴ്സ് ഡേ ഇന്നല്ലല്ലോ മോളെ.
അത് പിന്നെ ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്താമെന്ന് വിചാരിച്ചു. അച്ഛൻ്റെ ഒരു ആഗ്രഹം അതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഭവാനി കൂടുതൽ ചിന്തിക്കണേ, ഇങ്ങനൊരു ഫംഗ്ഷൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വെക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അതെന്തായിരിക്കും കാരണം എന്നിങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഭൂമി പറയാ, അതിനെ മുത്തശ്ശിയെ ക്ഷണിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. മുത്തശ്ശിയെ മാത്രമല്ല, എല്ലാവരും വരണം കേട്ടോ കറക്റ്റ് സമയത്ത്. നല്ലൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ തന്നെയാണ് ഞങ്ങൾ നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ മേഡം വരണം കേട്ടോ, തീർച്ചയായിട്ടും മോളെ. പിന്നെ മോള് വിളിക്കാൻ നേരത്തെ സത്യനെയും കൂടി ഒന്ന് വിളിക്കണേ. സത്യനെ ഒരു പ്രത്യേക ഇഷ്ടം മോളോടുണ്ട്. സ്വന്തം മകളെ പോലെയാ സത്യൻ മോളെ കാണുന്നത്. അതുകൊണ്ട് സത്യനെയും കൂടി വിളിക്കണം. തീർച്ചയായിട്ടും മുത്തശ്ശി, ആ ഒരു കാര്യം എനിക്കും അറിയാം. അതുകൊണ്ട് സത്യൻ സാറെ ഉറപ്പായിട്ടും ഞാൻ വിളിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. പക്ഷേ ഭവാനിക്ക് ടെൻഷൻ കൂടി വരിക. ഭവാനി വിചാരിക്കുകയാണ് അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഫാദേഴ്സ് ഡേയുടെ ഫംഗ്ഷൻ നടത്തിയിട്ട് ഇനിയിപ്പോൾ ഈ അച്യുതൻ്റെ മനസ്സിൽ സ്വന്തം അച്ഛനെ ഭൂമിയെ ഏൽപ്പിക്കാൻ വേണ്ടിയാണോ, സത്യൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയാണോ? നടക്കില്ല, അത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. തീർച്ചയായിട്ടും അതിനു മുമ്പ് തന്നെ അവനെ എനിക്ക് തീർത്തിരിക്കണം എന്നും വിചാരിച്ചുകൊണ്ട് ഈ ഭവാനി നേരെ ഗുണ്ടയെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗുണ്ടയെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നുമില്ല. ആകെ ദേഷ്യമൊന്നും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ അച്യുതനെയും അതേപോലെ തന്നെ ഇതിനെയും കാണിക്കുകയാണ്, ഭാര്യയെയും കാണിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും അച്ചുവേട്ടാ, എനിക്ക് നാളത്തെ കാര്യം ആലോചിച്ചിട്ട് പേടിയാവുന്ന അച്ചുവേട്ടാ. അങ്ങനെ മോള് നമ്മളെ വിട്ട് പോകും അച്ചുവേട്ടാ, അതൊന്നും ഇപ്പം ചിന്തിക്കണ്ട. മോള് നമ്മളെ വിട്ട് പോകണമല്ലോ, പക്ഷെ അച്ചുവേട്ടന് അതെല്ലാം സാധിക്കുമോ? വേറൊരാൾക്ക് അച്ചുവേട്ടനെ കൈമാറാനായിട്ട് സാധിക്കുമോ? എനിക്കറിയില്ല അംബികെ, അതെല്ലാം ആ സമയത്തെ മനസ്സിലാകുള്ളൂ അച്ചുവേട്ടാ. അവളുടെ അച്ഛൻ നല്ല പണക്കാരാണെന്നല്ലേ പറഞ്ഞത് അച്ചുവേട്ടൻ. അങ്ങനെയാണെങ്കിൽ അവൾ നമ്മളെ സഹായിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അച്ചുവേട്ടൻ്റെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി അവൾ പണം തരുമായിരിക്കും അല്ലേ അച്ചുവേട്ടാ? ആ കാര്യത്തെക്കുറിച്ച് എന്തിനാ ഇപ്പം പറയുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്തിനാ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? പണത്തിന് വേണ്ടിയാണോ നമ്മളെ മകളെ വളർത്തിയത്? പക്ഷെ അച്ചുവേട്ടാ, എങ്ങനെയാ ഭൂമിയെ നമുക്ക് കിട്ടിയത്? അതൊക്കെ ഞാൻ അമ്പിയോട് പറഞ്ഞല്ല അമ്പികയെ. അച്ചുവേട്ടൻ എന്താ പറഞ്ഞത്? ഒരമ്മ വഴിയിലൊരു കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയി, ആ കുഞ്ഞ് കിടന്ന് കരയുമായിരുന്നു. അപ്പം അച്ചുവേട്ടൻ നിങ്ങൾ എടുത്തു കൊണ്ടുവന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്. അതിൻ്റെ അമ്മ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല അച്ചുവേട്ടാ. ഇല്ല, എനിക്കറിയില്ല എന്നൊക്കെ അച്യുതനും പറയുകയാണ്. അങ്ങനെ ഭൂമി നേരെ സത്യൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. സത്യനപ്പം ഭയങ്കര കുടിയായിരുന്നു. ആ സമയത്ത് അത് ഭൂമിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഭൂമി പറയുകയാണ്, സാറേ എനിക്കൊരു പെഗും കൂടി ഒഴിക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തിനാ ഭൂമി? അല്ല, ഞാൻ ഇതുവരെയും കുടിച്ചിട്ടില്ല, ഉദ്ഘാടനം സാറിൻ്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് ഭൂമി. അത് പിന്നെ എൻ്റെ മനസ്സിലെ വിഷമം എനിക്കും അറിയാം, അമ്മയ്ക്കും അറിയാം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുടിക്കുന്നത്. ഓഹോ, ഈ മദ്യപാനികൾക്കൊക്കെ ഒരു ഇതുണ്ട്, എന്തെങ്കിലും വിഷമം വന്നാലും സങ്കടം വന്നാലും മദ്യത്തിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കും. അതാണല്ലോ നിങ്ങളുടെയൊക്കെ ഒരു സ്വഭാവം. ഈ മദ്യം കൊണ്ട് എന്താണ് നിങ്ങൾ നേടാനായിട്ട് പോകുന്നത്? സാറിൻ്റെ ഭാര്യയെയും മകളെയും കാണാനില്ല. പക്ഷേ ഒരു പക്ഷേ എന്നെങ്കിലും ഒരിക്കലേ ഭാര്യയും മകളും തിരിച്ചെത്തുകയാണ്. അപ്പോൾ കരളും കിഡ്നിയൊക്കെ അടിച്ചു പോയാൽ സാറിനെയാണോ അവർ കാണേണ്ടത്? അല്ലല്ലോ. ഭൂമി പറഞ്ഞൊക്കെ സത്യം തന്നെയാണ്. ഭൂമി എന്താ എന്നെ ഇങ്ങനെ ഉപദേശിക്കുന്നത്? അതിൽ മാത്രം എന്നോട് അത്രയും അടുക്കാൻ മാത്രം എന്താണ് കാര്യം ഭൂമി എന്ന് ചോദിക്കുമ്പോൾ, കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ ഞാൻ സാറിൻ്റെ മകളായിരിക്കാം, അതുകൊണ്ടായിരിക്കും സാർ ഞാനും സാറും ഇത്രയും അടുപ്പത്തിൽ നിൽക്കുന്നത് എന്നിങ്ങനെ പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക്സ്. ബൈ.